നമസ്കാരം. മലയാളികൾ എല്ലാവരും തന്നെ ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു നടൻ തന്നെയാണ് ജയറാം. ജയറാമിൻ്റെ സിനിമകൾ ഇന്നും അന്നും മലയാളികൾക്ക് ഒരേപോലെ ഇഷ്ടമുള്ള സിനിമകൾ തന്നെയാണ്. ജയറാം പങ്കുവച്ച കഥാപാത്രങ്ങളെല്ലാം മലയാളികളുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞത് തന്നെയാണ്. ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാമും ഇന്ന് അതേ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾ കാളിദാസിനെ ഇന്നും ഒരുപാട് സ്നേഹിക്കുന്നു. അവസാനമായി ഇറങ്ങിയ സിനിമ പോലും കാളിദാസിൻ്റെ ആരാധകർ ഇരുകയും നീട്ടി സ്വീകരിച്ചത് തന്നെയാണ്. ഇപ്പോൾ കാളിദാസ് ജയറാമിനെ കുറിച്ചുള്ളൊരു രോഗാവസ്ഥ വെളിപ്പെടുത്തിയ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. മലയാളികളെല്ലാം തന്നെ ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഏറെ നാളായില്ല. വിവാഹത്തിന് മുൻപേ ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചത് നന്നായി എന്ന തരത്തിലെല്ലാം ഒരുപാട് വിമർശനമെല്ലാം കാളിദാസ് ജയറാം നേരിടുന്നുണ്ട്. ഇക്കാര്യം കാളിദാസ് ജയറാം തന്നെ തുറന്നു പറയുകയായിരുന്നു. തനിക്കൊരു അസുഖമുണ്ട് എന്ന കാര്യം താരം തുറന്നു പറഞ്ഞത് ഒരു ഇന്റർവ്യൂ വെച്ചാണ്. ധനുഷിന്റെ 50ാമത് സിനിമയായ ധനുഷ് സംവിധാനം ചെയ്യുന്ന റായൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കിലാണ് ഇന്ന് കാളിദാസ് ജയറാം. ഈ സിനിമയുടെ ഇന്റർവ്യൂവിൽ വെച്ചാണ് താരം ഇക്കാര്യം തുറന്നു പറയുന്നത്. തനിക്ക് ചെറുപ്പം മുതലേ ഒരു അസുഖമുണ്ട് എന്നും അത് ഇന്നും താൻ അതിനായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് താരം തുറന്നു പറയുന്നത്. താരത്തിന്റെ അസുഖം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് താരം പറയുന്നത് തനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ എന്ന രോഗമുണ്ട് എന്നാണ് താരം തുറന്നു പറയുന്നത്. ഈറ്റിംഗ് ഡിസോർഡർ എന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് കാണാൻ സാധിച്ച കാര്യം, നമുക്ക് ടെൻഷൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണമില്ലാതെ ആ ടെൻഷൻ പോവുകയില്ല. അതുപോലെ ഒരു രോഗാവസ്ഥയാണ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് അധിക പേരിൽ കണ്ടുവരില്ല എന്നതാണ് വെളിയിൽ അറിയപ്പെടുന്നത്. എന്നിരുന്നാൽ കൂടി ഒരുപാട് പേരിലും ഇത് കാണാൻ സാധിക്കും. എന്നാൽ അത് പുറത്തു പറയാതെ പലരും ഉള്ളിൽ തന്നെ വയ്ക്കുകയാണ്. ഇതിങ്ങനെ വരുന്ന സമയത്താണ് ആളുകൾ വണ്ണം വയ്ക്കുന്നതും മറ്റു രോഗാവസ്ഥ വർദ്ധിച്ചു വരുന്നതും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ശരിയാക്കിയില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വരെ വളരെ മോശമായ രൂപത്തിൽ ബാധിക്കും. അതുകൊണ്ട് ഇത് എത്രയും വേഗം ശരിയാക്കണം എന്ന് തന്നെയാണ് കാളിദാസ് ജയറാമും പറയുന്നത്. റായൻ എന്ന സിനിമയുടെ സെലക്ഷന് വേണ്ടി തന്നെ ആദ്യം ധനുഷ് കാണുന്ന സമയത്ത് താൻ ഇത് കാരണം വണ്ണം വെച്ച് വളരെ തടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ധനുഷ് ചോദിച്ചു എന്നോട് എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, എന്നെ വിശ്വസിക്കൂ, ഞാൻ എത്രയും വേഗം ഇതെല്ലാം ശരിയാക്കാം എന്ന വാക്കു തന്നെയാണ് ധനുഷിന് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഡയറ്റിംഗ് ചെയ്ത് ജിമ്മിലെല്ലാം പോയി വർക്കൗട്ട് ചെയ്ത് എൻ്റെ ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു. ഈറ്റിംഗ് ഡിസോർഡർ എന്ന അസുഖം എനിക്ക് ഉണ്ട് എന്ന് എൻ്റെ കാമുകിക്കും എല്ലാവർക്കും അറിയാം. എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. ഞാനത് ചികിത്സിച്ചു വരികയാണ് എന്നാണ് കാളിദാസ് ജയറാം തുറന്നു പറയുന്നത്. ഈ ഒരു വാർത്ത കേട്ട് ആരാധകരെല്ലാവരും തന്നെ കാളിദാസ് ജയറാമിൻ്റെ രോഗാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ കുറയട്ടെ എന്ന പ്രാർത്ഥനയിലാണ്. നിങ്ങൾക്ക് ജയറാമിനെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.